ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആയിട്ടോ. ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പൂള കേട്ടോ. കപ്പ വെച്ചുങ്ങാണ്ട് കപ്പൻ്റെ പൊടി വെച്ചുങ്ങാണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ സംഭവങ്ങളാട്ടോ. ഇതൊക്കെ നമുക്ക് കുറേ കൊല്ലങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാം. പക്ഷെ ഇതൊന്നും ഉണ്ടാക്കിയത് ഞാനല്ല. ഇത് ഒരു എൻ്റെ ഹസ്ബൻഡിൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു ഇന്തോനേഷ്യക്കാരുണ്ട്. ഒരു നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾക്ക് തന്നതാണ്. അവർ ഓരോ പ്രാവശ്യം വരുമ്പോൾ അവിടുത്തെ ഓരോ വെറൈറ്റികൾ ഞങ്ങൾക്ക് തരലുണ്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യം ഉണ്ടാവുന്നതാണ് ഈ റൗണ്ടിൽ പപ്പടം പോലെ തോന്നുന്ന രീതിയിലുള്ള ഈ സംഭവം തരലുണ്ട്. ബാക്കിയൊക്കെ പ്രാവശ്യം ആദ്യമായിട്ട് കാണാൻ കേട്ടോ. അപ്പോൾ ഇതൊക്കെ പൊരിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ച് തരാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്. കിട്ടുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എണ്ണ നല്ലോണം ചൂടായപ്പോൾ ഈ പപ്പടം പോലത്തെ ഉള്ളത് ഫസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ എന്താണെന്ന് അറിയുമോ, നമ്മൾ വലിയ ചട്ടിയിൽ വെക്കണം, കാരണം ഇത് വലിയതായി വരും. അപ്പോൾ ഇത് നമ്മൾ ഇഴിനേക്കാളും വലുതാവും കേട്ടോ. അപ്പോൾ ഞാനിത് സാധാരണ ഇങ്ങനെ പൊട്ടിച്ചിട്ടാണ് പൊരിച്ചെടുക്കല്. അപ്പോൾ കുറച്ച് എണ്ണയിൽ ചെറിയ ചട്ടിയിൽ വെച്ചാൽ മതി. അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടി വലിയ ചട്ടി എടുത്ത് വെച്ചതാണ്. എന്നാൽ തന്നെ എണ്ണ അത്ര മുക്കി വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇത് നേരെ അങ്ങോട്ട് പൊരിഞ്ഞ് വരാത്തത്. ഇത് ഇങ്ങനെ വലുതായി വരും. അപ്പോൾ ഇത് കാണാനുള്ള കൗതുകത്തിനും, അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനത്തെ ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്കും കാണാമല്ലോ എന്ന് എത്തിയിട്ട് ഞാൻ വീഡിയോ എടുത്തതായിരുന്നു. ഇപ്പോൾ കുറേ ആയിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് തിന്നപ്പോൾ ഇത് അത്ര പറ്റില്ല. ഇതിൽ ഇപ്പം എന്തോ കുറവുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞത്, ഇത് പൂള വെച്ചുണ്ടാക്കിയതല്ല, ഇത് അരി വെച്ചുണ്ടാക്കിയ സംഭവമാണ് തോന്നുന്നുണ്ട്. ഇത് അരിയാണ് നമ്മളിങ്ങനെ പൊരിച്ചുമ്പോൾ നമ്മളെ പൊരി മാതിരിയാണ് ആവണത്. ഇതിങ്ങനെ അരി ഇങ്ങനെ ഒട്ടിപ്പിച്ച് വെച്ചത് അറിയില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ ഇതെങ്ങനെ റെസിപ്പി എന്നൊക്കെ ചോദിച്ചു നോക്കണം. ഇതിങ്ങനെ ഇപ്പം നമ്മളെ പൊരി പോലെയാണ് ഇത് തിന്നാൻ. ഒന്നിച്ച് പൊരി ഇങ്ങനെ വന്നാലെങ്ങനെ അങ്ങനെ ഒരു വെറൈറ്റി സംഭവം ഉണ്ടാവലുണ്ട്. അതിന് ഞാൻ പ്രതീക്ഷിച്ചിട്ട് അവരെ ഇങ്ങനെ പാർസൽ കവർ നമുക്ക് തന്നപ്പോൾ അത് നല്ല രസമുള്ള സംഭവമായിരുന്നു. ഒരു തേങ്ങ ഇഞ്ചിയൊക്കെ ഇട്ടുകൊണ്ട് വായൻ്റെ ഇല പോലത്തെ ഒരു ഇലയിലൊക്കെ പൊതിഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവലുണ്ട്. നമ്മളെ പുളിമുട്ടായി പോലത്തെ ഒരു സംഭവമാണത്. അത് നല്ല രസം ഉണ്ടാവലുണ്ട്. അത് ഇപ്രാവശ്യം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്രാവശ്യം നമുക്ക് 2 പഴങ്ങളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഫോട്ടോ ഞാൻ വേണമെങ്കിൽ ഇവിടെ വെക്കാം വീഡിയോയിൽ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന കരുതേണ്ട. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ.